വിരുന്നുകാരൊക്കെ പോയോ? അതിനിവിടെ വിരുന്നൊന്നും വന്നില്ലല്ലോ. പിന്നെ രാവിലെ ആരും കൂടെ ബാക്കിൽ വരുന്നുണ്ടല്ലോ. അതെ, ഞാൻ മീഷോയിൽ ഒരു സാരി ഓർഡർ ചെയ്തിരുന്നു, അത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നത്. നിനക്കൊക്കെ മുഴുത്ത വട്ട. ഇന്നല്ലാണ്ട് മീഷോ എന്നൊക്കെ സാരി ഓർഡർ ചെയ്യുക. ഈ ഓൺലൈൻ സൈറ്റുകളൊക്കെ തന്നെ എന്ത് സാധനം വാങ്ങിക്കോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം നമുക്ക് കിട്ടുക. പ്രത്യേകിച്ച് മീഷോ വെറും ടൈപ്പാ. അതെ, മീഷോ പോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കി എങ്ങനെ ഓർഡർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമാണെങ്കിലേ ഒന്ന് പോയി കണ്ടു നോക്ക്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലേ ആ സാരി ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിനെന്താ, കാണിച്ചു തരാമല്ലോ. ഹലോ, അപ്പോൾ ഇതാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം ഇതൊരു പ്രഹസനം മാത്രമെന്ന് പറയാം കേട്ടോ. ഈ അൺബോക്സ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച സാധനമാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നതല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് സാരി നോർത്ത് നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊളിച്ചിങ്ങനെ ഇതുപോലെ ഒന്ന് പുറത്തെടുത്തു എന്നാണ്, ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊന്ന് നോക്കി എന്നല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നോർത്ത് നോക്കിയിട്ടില്ല. അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ സാരി വന്നപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള സാധനമല്ല, അതിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മെറ്റീരിയൽ സെയിം ആണ്, അതിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ചെറിയ പ്രിൻ്റാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഫോട്ടോയിൽ. പക്ഷേങ്കിൽ വന്നപ്പോൾ ഈ പ്രിൻ്റ് കണ്ടോ, കുറച്ച് ഗ്യാപ്പൊക്കെ ആയിട്ട് ഇച്ചിരി കൂടെ വലിയ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ കാണാനായിട്ട് അതുപോലെ തന്നെ ക്ലോത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. ഉദ്ദേശിച്ച ഡിസൈൻ അല്ല വന്നതെങ്കിൽ പോലും ഈ ഒരു ഡിസൈനും കാണാനായിട്ട് ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ നൂർത്തി നോക്കാനായിട്ട് പോവുകയാണ്. സോ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മെഹന്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. നല്ല ഗ്രീൻ കളറിലാണ്. ഗ്രീൻ കളറിൽ കോപ്പർ കസവാണ് വരുന്നത്, ഗോൾഡൻ കളർ കസവല്ല വരുന്നത്, കോപ്പർ കസവാണ് വരുന്നത്. അപ്പം കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നൂർത്തി നോക്കാനായിട്ട് പോവുകയാണ്. വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇത്. വിത്ത് ബ്ലൗസ്. ഇവിടെ പ്രിന്റ് ഒന്നുമില്ല, ബ്ലൗസിൽ പ്രിന്റ് ഒന്നുമില്ല, പ്ലെയിൻ ഗ്രീൻ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു കസവും കൂടെ വന്നിട്ടുണ്ട്. കൈയുടെ അടുത്ത് കസവ് വരുന്ന അങ്ങനെയുള്ളൊരു തുണിയാണ്. അല്ലാണ്ട് വേറെ പ്രിന്റ് ഒന്നും ബ്ലൗസിലില്ല. പിന്നെ ഇത് സോ ഇതിന് മുന്താണിയാണ് ഇത് വരുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ ബോഡി ആയിട്ട് നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ബോഡി ആയിട്ട് നല്ലോണം ഒതുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ണൊക്കെ ഉള്ള ആൾക്കാർ എടുത്താലും അധികം വണ്ണമൊന്നും തോന്നൂല. നല്ല ഷേപ്പിൽ നിൽക്കും. നമുക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തുണിയാണ് കേട്ടോ. ഇത് ക്ലോത്ത് വന്നിട്ട് ബനാറസി ലിച്ചി സിൽക്ക് ജാക്കറ്റ് സാരിയാണ്. അപ്പം കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമൊക്കെ ഉണ്ട്. സാരിക്കും അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. സാധാരണ നോർമലി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സാരിൻ്റെ അത് വലിപ്പമൊക്കെ തന്നെ ഇതിനുണ്ട്. എനിക്കിത് ഇഷ്ടമായ എന്താ വെച്ചാൽ നല്ല ക്ലോത്താണ്, ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു തുണിയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഫോട്ടോയിൽ കണ്ട ആ ഒരു ഡിസൈനിന് വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ ഡിസൈൻ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ, ആ ഒരു തുണി ഏത് ടൈപ്പാണെന്ന് അതിൽ കൊടുത്തിട്ടുള്ള സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. ബനാറസി ലിച്ചി സിൽക്ക് ജാക്കറ്റ് സാരി അങ്ങനെ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടൈപ്പ് അത് തന്നെയാണ് ക്ലോത്ത് വന്നിട്ടുള്ളത്. നല്ല ഒതുങ്ങി നിൽക്കുന്നൊക്കെ ഒരു ക്ലോത്താണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറ് മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിൽ ഗ്രീൻ ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളതും, അങ്ങനെയാണ് ഗ്രീൻ ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു
കാണാൻ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. അതുപോലെ തന്നെ തുണിയും ഞാൻ പറഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് ഉടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്നൊക്കെ ഉടുത്ത് പോകാൻ പറ്റുന്ന തുണിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 463 രൂപ മാത്രമേ ഉള്ളൂ ഈ സാരിയുടെ വില എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. അങ്ങനെ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല സാരി തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി ഇത് കൊള്ളാലോ. പിന്നെ ഇതേ എനിക്കൊരു ദിവസം എടുക്കാൻ തരുക. അയ്യടാ മോളെ, ഇതേ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാരിയാണ്. ആ ഫംഗ്ഷൻ കഴിയാണ്ട് ഞാൻ ഇതോർക്ക് കൊടുക്കാൻ കൊടുക്കില്ല. വേണമെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ കൊടുത്തതിന് ശേഷം തരാം. ഞാനേ ഇതുപോലൊരു സാരി വേറെ വാങ്ങിയെടുത്തോളാം. 463 രൂപയല്ലേ ഉള്ളൂ, ഞാൻ വേറെ വാങ്ങിക്കോളാം കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാമോ? ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.